എനിക്ക് ഈ 30 വയസ്സിനിടയ്ക്ക് തെറ്റല്ല 35 വയസ്സിനിടയ്ക്ക് എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് വരുത്തുന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ ഇന്നലെ റിലീസ് ചെയ്തു, ബട്ട് മമ്മൂട്ടി chose to come today നിങ്ങളെ എല്ലാരെയും കാണാനായിട്ട്. ഓക്കെ, വരുമ്പോ your loudest cheer, your loudest claps. Ladies and gentlemen, it's my proud privilege to welcome Mahesh Narayanan. Ladies and gentlemen, please put your hands together and welcome Mahesh Narayanan, the skip of the show. അപ്പോ വരട്ടെ, മമ്മൂക്ക വരുന്നതിന് മുമ്പ് നമ്മുടെ ഈ സിനിമ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ട്രൂത്ത് ഫിലിംസ് ആണ്. And I think I saw Samad there, Samad of Truth Films. May I request Samad of Truth Films to come onto the stage? Samad! Yes. Ladies and gentlemen, give your hands together for Samad! And Truth Films is presenting the movie all across the screens here in the GCC. Let's celebrate that together, and on my count of 3, make the biggest noise possible for your lovely star, Malayalatinde Mammuka. Welcome Mammuka. ആദ്യം ഒരു വലിയ നന്ദി പറഞ്ഞോട്ടെ മമ്മൂക്ക, ആദ്യം ഒരു വലിയ നന്ദി പറഞ്ഞോട്ടെ. എന്താണെന്നറിയോ, അന്ന് ആ ലൈവില് ലാലേട്ടൻ ചോദിച്ചു ഇച്ചാക്ക എവിടെയാ പടം കാണുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ പറഞ്ഞു ഞാൻ ദുബായിലായിരിക്കും പടം കാണുന്നത്. അതിന്റെ സന്തോഷം അറിയിച്ചേ. സാധാരണ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വന്നിട്ട് വലിയ വീരവാദം മുഴക്കലാണ് ഇവിടെ പരിപാടി. സിനിമ അങ്ങനെയായിരിക്കും, സിനിമ ഇങ്ങനെയായിരിക്കും. സിനിമ ഏതായാലും ഇറങ്ങി, പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. നല്ലതാണ്, ചീത്തയുടെ പകുതി കൊള്ളാം, ബാക്കി കൊള്ളാം, മുക്കാൽ ഭാഗം കൊള്ളാം, അവസാനം കൊള്ളാം, ആദ്യം കൊള്ളാം. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാവർക്കും തോന്നിയ പോലെ അഭിപ്രായങ്ങൾ പറയാം. ഇതിപ്പോൾ നിങ്ങളിൽ പലരും കേട്ട് കാണും, അതൊക്കെ കേട്ടിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് വേണ്ടത്. ഈ സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് ഉദ്ദേശിച്ച് തന്നെയാണ്, എല്ലാവർക്കും രസിക്കണമെന്ന തരത്തിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ കാണാത്ത ഒരു വിഷയമാണ്. ചില ആൾക്കാർ ഞങ്ങൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് പറയുന്നവരുണ്ട്. അവരുടെ അത്ഭുതകരമായ കാഴ്ചകളെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ഞാൻ 30 കൊല്ലമായിട്ട് ജീവിച്ചിരിക്കുന്നവരാണ്. എനിക്ക് ഈ 30 വയസ്സിനിടയ്ക്ക് തെറ്റല്ല 35 വയസ്സിനിടയ്ക്ക് ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഒരു എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. ഈ സിനിമ ഇതെല്ലാം കൂടി ചേർന്ന ഒരു സിനിമയായിരിക്കും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് ദിസ് സിനിമ. കാണാറുണ്ട്. നമ്മുടെ ഇവിടെ ദുബായ്ക്കാരനാണ് അദ്ദേഹം. ഈ സിനിമയുടെ ഭാഗം മാത്രമല്ല, തീർച്ചയായും മലയാള സിനിമയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ലെറ്റ് മീ വെൽക്കം അനുര ഓൺ ടു ദ സ്റ്റേജ്. അനുര, വെൽക്കം. ദുബായ്ക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഇരട്ടി സ്നേഹം. വെൽക്കം. ആൻഡ് ഓഫ് കോഴ്സ് നായികമാരിൽ ഒരാളും ഇവിടെ എത്തിയിട്ടുണ്ട്.
Narayana, please. കുറെ നാളുകളുടെ പ്രയത്നങ്ങൾക്ക് ശേഷമാണ് ഈ പടം ഇറങ്ങുന്നത്. എന്നെ ഒരു ആക്ടർ എന്ന നിലയിൽ കുറെ ചലഞ്ച് ചെയ്തൊരു പടമാണ്. ആൻഡ് വളരെ വളരെ നല്ല എൻജോയബിൾ ആയിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഹോപ്പ് യു ഓൾ ലൈക്ക് ദ ഫിലിം. ആൻഡ് എല്ലാവരും പോയി തിയേറ്ററിൽ കാണുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. ഇതൊരു വലിയ സിനിമ എന്ന് പറയുന്നത് കേവലം മലയാള ലോക സിനിമയ്ക്ക് നൽകിയ രണ്ട് പ്രഗത്ഭരായ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ സിനിമ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഫോൺ, ലാപ്ടോപ്പുകളൊക്കെ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നു, എത്രമാത്രം നിയന്ത്രിക്കുന്നു, അതിന്റെ നെഗറ്റീവായിട്ടുള്ള സൈഡ് മലയാള സമൂഹത്തിന് അല്ലെങ്കിൽ ലോക സിനിമ ആസ്വാദകർക്ക് ഒരു സന്ദേശത്തിലൂടെ നൽകുന്ന ഒരു താങ്ക് യു മമ്മൂക്ക ആൻഡ് മഹേഷ് ഏട്ടൻ. ഈ ഒരു സിനിമയില് ഞാനും മമ്മൂക്കയും നേരലുകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും നേരലുകള്, പിന്നെ അതിൽ നല്ലൊരു സീന് മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പാട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു ഗംഭീരമായിട്ടുള്ള മൂവിയിൽ, മലയാളത്തിലെ ഏറ്റവും ബിഗ് ബജറ്റിൽ വരുന്ന ഒരു സിനിമ, രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു സിനിമ, അതിന്റെ ഭാഗമാകാൻ പറ്റിയ സന്തോഷം. എല്ലാവരും എൻജോയ് ചെയ്യുക, ആസ്വദിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുക.